Hey guys, so welcome back to another video of SR Vlogs. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഐ എം എ +1 കൊമേഴ്സ് സ്റ്റുഡൻറ്റ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സോ നമ്മുടെ ചാനലിൽ മെയിനായിട്ട് കുറച്ച് സ്റ്റഡി റിലേറ്റഡ് കണ്ടന്റ്, അതുപോലെ തന്നെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും, അതുപോലെ തന്നെ വളരെ കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്റ്റഡി ടിപ്സ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെയും പിന്നെ ബിസിനസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് അങ്ങനെ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ചെയ്യാം, നിങ്ങൾ ചോദിച്ചിട്ട് പിന്നെ ചെയ്യാണ്ടിരിക്കുമോ? അപ്പോൾ നമ്മൾ എന്തായാലും ഓരോ ദിവസം പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഏത് ക്ലാസ്സസാണ് കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന ചാനലിൻ്റെ ക്ലാസ്സേ കാണും അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ചാനലിലും എനിക്ക് ഏതാണോ കുറച്ച് കംഫർട്ടായിട്ട് തോന്നുന്നത് ആ ഒരു ചാനലിൻ്റെ ക്ലാസ് കാണും. പിന്നെ ഞാൻ +1 എത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെ ക്ലാസ്സസും കാര്യങ്ങളും അധികമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ എക്സാമിൻ്റെ ടൈമിലാകുമ്പോൾ തലേന്നിരുന്ന് ലൈവ് കാണും, അങ്ങനെയുള്ള പതിവാണ്. അല്ലാണ്ട് ഞാൻ ഇന്ന ചാനലിൽ കാണും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ കൂടുതലായിട്ട് കാണുന്നത് എക്സാമിനർ, സൈലം, പിന്നെ എജുപോർട്ടാണ്. അതിൽ കൂടുതലായിട്ട് ഞാൻ ബിസിനസ്സിന് ഞാൻ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് കണ്ടത് സൈലത്തിൻ്റെ ലൈവായിരുന്നു, എക്സാമിനറിൻ്റെ കണ്ടിട്ടില്ല. പിന്നെ എക്കണോമിക്സിൻ്റെ പറയുകയാണെങ്കിൽ സൈലത്തിനേക്കാളും ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ടായത് എക്സാമിനറാണ്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിലും എക്സാമിനറാണ് കണ്ടിട്ടുണ്ടായത്. പിന്നെന്താ, എജുപോർട്ടും ഞാൻ കാണലല്ലോ ഉണ്ട്, ഇംഗ്ലീഷെല്ലാം എജുപോർട്ടിൻ്റെ കാണൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, അത് കമൻറ്റ് സെക്ഷനിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാമെന്ന്. സോ ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാം. അതായത് മെയിനായിട്ട് ഞാനിങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പോയിൻറ്റ്സിൽ എഴുതി വെച്ചിട്ട് പറയുന്നൊന്നുമല്ല. ഞാൻ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയാണോ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റോ ആൻഡ് അൺഫിൽറ്റേഡ് ആയിട്ട് പറയാം, അത്രയേ ഉള്ളൂ. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസൊന്നും പിന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ, നമ്മളെ കൊണ്ടൊരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അത്ര തന്നെ. സോ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 6 യൂണിറ്റ്സാണ് പഠിക്കാനുള്ളത്. ഈ 6 യൂണിറ്റ്സിലും ചാപ്റ്റേഴ്സും ഉണ്ട്, പോയംസും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചാപ്റ്റേഴ്സും പോയമൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ മൊത്തം 19 ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു 19 ലെസൺസിൻ്റെ കൂടെ നമുക്ക് ഗ്രാമറും, അതായത് കോൺകോഡ്, പിന്നെന്താ ഇഫ് ക്ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ കുറേ പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാനവിടെയൊക്കെ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അതായത് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം ടൈം കൊടുക്കില്ല. നമ്മുടെ കോർ സബ്ജക്റ്റിനാണ് നമ്മൾ കുറേ ടൈം കൊടുത്ത് പഠിക്കുക. സോ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസമെങ്കിലും നമ്മൾ ലാംഗ്വേജ് സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ടൈം കൊടുക്കുക എന്നുള്ളത് ഒരു മെയിനായിട്ടുള്ള ബോണസ് പോയിന്റ് ടിപ്പാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കാൻ നോക്കാം. സോ നമുക്കിപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെ പഠിക്കുകയെന്ന് വെച്ചാൽ കുറേ പേര് ബൈ ഹാർട്ട് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഈ ബൈ ഹാർട്ട് പഠിക്കുന്നതിൽ വലിയ ഒരു കാര്യമില്ല, പിന്നെ ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാളും സമ്മറി നല്ലപോലെ മനസ്സിലാക്കുക, കഥ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക, ടെക്സ്റ്റ് നല്ലപോലെ കുറേ പ്രാവശ്യം വായിക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ്. ചാപ്റ്റേഴ്സ് ആണെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് ബൈ ഹാർട്ട് പഠിക്കാൻ കഴിയില്ല, ഇംഗ്ലീഷ് ആണെങ്കിലും ലാംഗ്വേജ് സബ്ജക്റ്റ് ഒന്നും അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കുന്നവർക്ക് പഠിക്കാം, പക്ഷെ ഒരു വാക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളവിടെ സ്റ്റക്കായി പോകും. അതുകൊണ്ട് ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാളും ചാപ്റ്റേഴ്സ് നല്ലപോലെ വായിക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ചാപ്റ്റേഴ്സ് എന്താ സംഭവം തിരിഞ്ഞിട്ടില്ലെങ്കിൽ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും കാണുമോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ലപോലെ പറഞ്ഞുതരും. അപ്പോൾ ചാപ്റ്റേഴ്സ് സമ്മറി നല്ലപോലെ മനസ്സിലാക്കുക. പിന്നെന്താ, അതിൽ നിന്ന് വരുന്ന നറേഷൻ, പിന്നെന്താണ് എസ്സേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട്സും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ നോട്ട്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു വിധത്തിൽ ആ ഒരു ചാപ്റ്ററിനെ പറ്റി എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി വെക്കുക. അതാണ് ചാപ്റ്റേഴ്സിനെ പറ്റി പറയാനുള്ളത്. ചാപ്റ്റേഴ്സിൽ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് എഴുതിയ ഓഥർ ആരാന്നുള്ള കാര്യങ്ങൾ നല്ലപോലെ തലയിൽ അങ്ങ് ഒരു സ്റ്റോർ ചെയ്തങ്ങ് വെച്ചേക്കുക. കാരണം നമ്മളിപ്പോൾ നറേഷൻ ആണെങ്കിലും അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദ സ്റ്റോറി റിട്ടൺ ബൈ ദിസ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അതൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ പോയറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ
പോയിന്റിലെ പോയിറ്റ്സ് ആണെങ്കിലും ചാപ്റ്റേഴ്സിലെ ആ ഒരു എഴുതിയ ആൾക്കാരെയും നല്ലപോലെ പഠിച്ചു വെക്കുന്നത് കുറച്ച് നല്ലൊരു കാര്യമാണ്. ചാപ്റ്റേഴ്സ് സെറ്റായി, ഇനി നമുക്ക് പോയമും ഗ്രാമറൊക്കെ എങ്ങനെ പഠിക്കാൻ നോക്കാം. സോ പോയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോയമിൽ നമുക്ക് മെയിനായിട്ട് അപ്രിസിയേഷനും പോയറ്റിക് ഡിവൈസും പിന്നെ ഒരു പോയിന്റ് തന്നിട്ട് അതായത് അൺനോൺ ഫോം തന്നിട്ട് അതിന്റെ അപ്രിസിയേഷൻ എഴുതാനൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഓദറിനെ നല്ലപോലെ മെമ്മറൈസ് ചെയ്ത് വെക്കുക. കാരണം ഓദർ മാറിപ്പോയാൽ പിന്നെ മൊത്തം അപ്രിസിയേഷൻ പോളാവും. അപ്പം അതുകൊണ്ട് ഓദറിനെ നല്ലപോലെ പഠിച്ചു വെക്കുക, കോഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലപോലെ പഠിച്ചു വെക്കുക. പിന്നെന്താ അപ്രിസിയേഷൻ നല്ലപോലെ പഠിച്ചു വെക്കുക. പഠിച്ചു വെക്കുക മീൻസ് ബൈ ഹാർട്ട് ആക്കണമെന്നല്ല, അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി വെക്കുക. പിന്നെ പേഴ്സോണിഫിക്കേഷൻ, അസനൻസ്, അലിട്രേഷൻ, ഹൈപ്പർബലി, പിന്നെ കുറേ പോയറ്റിക് ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, റൈം സ്കീം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ലൈൻസ് വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം, അതിൽ കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഹൈപ്പർബലി ആണെന്നോ പേഴ്സോണിഫിക്കേഷൻ ആണെന്നോ പെട്ടെന്ന് കത്തിയിട്ടെങ്കിൽ ഈ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. സോ അങ്ങനെ പേഴ്സോണിഫിക്കേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. പിന്നെ ചില വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില വേർഡ്സ് മെയിനായിട്ട് എന്താ സൂചിപ്പിക്കുന്നത്, അങ്ങനെ കുറേ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ഒരു പോയിന്റിനെ പറ്റുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതൊക്കെ പോയിന്റിൽ മെയിനായിട്ട് പറയാനുള്ളൂ. പിന്നെ ഒരു അൺനോൺ പോയിന്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടതെന്നുള്ള ഒരു ഫോർമാറ്റ് പിന്നെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ തന്നിട്ടുണ്ടാവുമല്ലോ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലപോലെ വായിക്കുക. പിന്നെ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. പോയം ആണെങ്കിലും സബ്ജക്റ്റ് അതായത് ചാപ്റ്റേഴ്സ് ആണെങ്കിലും നല്ലപോലെ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. അപ്പം അത്രയേ ഉള്ളൂ പോയത്തിൻ്റെ കാര്യത്തിൽ പറയാനായിട്ട്. നെക്സ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഗ്രാമർ, പിന്നെ ഫോർമാറ്റുകൾ, അതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഗ്രാമറിൻ്റെ ആണെങ്കിൽ റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് കോൺകോഡ് ഉണ്ട് പഠിക്കാൻ, ആക്റ്റീവും പാസീവ് വോയിസ് ഉണ്ട്, പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, എനിക്കിപ്പോൾ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൻ്റെ എല്ലാം റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് ലെറ്റർ ടു ദ എഡിറ്റർ ഉണ്ട്, അത് നല്ലപോലെ പഠിച്ചു വെക്കുക. ഡയറീൻ്റെ ഫോർമാറ്റ്, ലെറ്ററിൻ്റെ ഫോർമാറ്റ്, പിന്നെ നമ്മുടെ അൺനോൺ പോയത്തിൻ്റെ അപ്രിസിയേഷൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി തരാറുണ്ട്, ക്ലാസ് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അപ്പം നമുക്ക് ആ ഒരു ഫോർമാറ്റ് ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ നോട്ടീസിൻ്റെ ഫോർമാറ്റ്, അപ്പം അങ്ങനെയുള്ള ഫോർമാറ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ നമ്മുടെ CV അതൊന്നും വരില്ല, പക്ഷെങ്കിൽ CV എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കാം ആ ഒരു ഫോർമാറ്റ്. പിന്നെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വന്ന സംഭവമാണ് പ്രിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതായത് നമ്മൾ ചുരുക്കി എഴുതുന്നത്. ഹിന്ദി പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ സംക്ഷേപം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പാരഗ്രാഫിനെ എത്രത്തോളം ചുരുക്കി എഴുതാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കി എഴുതും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. ഇംഗ്ലീഷ് നല്ലപോലെ ലാംഗ്വേജ് ഒക്കെ അറിയുന്ന പിള്ളേരാണെങ്കിൽ നല്ലപോലെ നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് പ്രിസീസ് വരുന്നത്. അപ്പോൾ പ്രിസീസ് എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. വലിയ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ എസൻസ്, അതായത് മെയിനായിട്ടുള്ള പോയിന്റ്സ് മാത്രം ചുരുക്കിയിട്ട് ഭയങ്കര കുഞ്ഞായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കുക. ഭയങ്കര ഷോർട്ടായിട്ടുള്ള കീ പോയിന്റ് പോലെ പാരഗ്രാഫായിട്ട് തന്നെ എഴുതി വെക്കുക. അതാണ് പ്രിസീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫോർമാറ്റ്, ഗ്രാമർ അതൊക്കെ നല്ലപോലെ നോക്കി വെക്കുക. പിന്നെ ഗ്രാമറിലാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിനൊക്കെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് വരുമ്പോൾ എങ്ങനെ വരും, അതായത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എങ്ങനെ വരും, റിപ്പോർട്ടിംഗ് വേർബ് ഏതാണ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ബൈ ഹാർട്ട് എല്ലാം മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് ഇംഗ്ലീഷ് സെറ്റാക്കി എടുക്കാൻ പറ്റും. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് എനിക്കറിയുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തായാലും പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.